The next, execution of a branch instruction. ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അത് രണ്ട് തരത്തിലുള്ള ബ്രാഞ്ച് ഉണ്ട്. അൺകണ്ടീഷണൽ ബ്രാഞ്ചും ഉണ്ട്, കണ്ടീഷണൽ ബ്രാഞ്ച്. അൺകണ്ടീഷണൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ, ഇന്ന ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുക, അവിടെ എക്സിക്യൂട്ട് ചെയ്യും, തിരിച്ചു വരത്തില്ല. അതാണ് അൺകണ്ടീഷണൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ കണ്ടീഷണൽ ആണെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് n > 0 ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷണൽ ബ്രാഞ്ച്. A branch instruction replaces the contents of PC with the branch target address, which is usually obtained by adding an offset x with the given branch instruction. നേരത്തെ ഞാനൊരു സം ഓഫ് a, b എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ PC എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ കണ്ടൻറ്റ് നമ്മൾ ഒരു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെച്ചിട്ട് ടാർഗറ്റ് അഡ്രസ്സ് ഏതാണോ അതിലേക്ക് ആ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും, പോപ്പ് ചെയ്ത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് മാറ്റും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. The offset x is usually the difference between the branch target address and the address immediately following the branch instruction. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ കൂടെ ആഡ് ചെയ്യാൻ എടുക്കുന്നതാണ് ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മേ ബി അങ്ങനെയായിരിക്കും നമ്മൾ അഡ്രസ്സ്, ഞാൻ നേരത്തെ 5000 എന്ന് പറഞ്ഞില്ലേ, ആ 5000 എന്ന് പറയുന്ന അഡ്രസ്സ് കിട്ടുന്ന ഒരു ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്തിട്ടായിരിക്കും. ആ ഓഫ്സെറ്റ് യൂഷ്വലി നമ്മൾ എടുക്കുന്നത് ബ്രാഞ്ചിൻ്റെ ടാർഗറ്റ് അഡ്രസ്സും നമ്മുടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് വരുന്ന അഡ്രസ്സും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എക്സാമ്പിൾ, ഇഫ് ദ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഈസ് അറ്റ് ലൊക്കേഷൻ 1000 and the branch target is 1200, then the value of x must be 196. 196 എന്തുകൊണ്ട് എടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് 200 ആണ്. പക്ഷെ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ബൈറ്റ് അഡ്രസ്സിബിൾ ആണെങ്കിൽ 4 ബൈറ്റ് മുന്നേ ആയിരിക്കും നമ്മുടെ അഡ്രസ്സ് വരുന്നത്, അല്ലേ? 200 വരത്തില്ല, 196 ആണ് ഏറ്റവും ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് വരുന്ന അഡ്രസ്സ്. അതുകൊണ്ടാണ് 196 എടുത്തേക്കുന്നത്. സിൻസ് ദ PC വിൽ ബി ഇത് കണ്ടെയ്നിങ് ദ അഡ്രസ് 1004 ആഫ്റ്റർ ഫെച്ചിങ് ദ ഇൻസ്ട്രക്ഷൻ അറ്റ് ലൊക്കേഷൻ 1000. ലൊക്കേഷൻ 1000-ലിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാം കൗണ്ടിൻ്റെ വാല്യൂ 1004 ആയിരുന്നു. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് കോമ്പൻസേറ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും നമ്മൾ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. ദെൻ എക്സിക്യൂഷൻ ഓഫ് അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് PC ഔട്ട് ചെയ്യും, MARൽ കൊടുക്കും, റീഡ് ചെയ്യും, 4 സെലക്ട് ചെയ്യും, അത് ആഡ് ചെയ്ത് Z-ലേക്ക് കൊടുക്കും. ദെൻ Z ഔട്ട് ചെയ്തു, PC ഇൻ, Y ഇൻ, WMFC, MDR ഔട്ട് ഇൻ. ഇത് ഇത്രയും കിട്ടുന്നത് നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഓഫ്സെറ്റ് വാല്യൂ എടുക്കുന്നു, അത് വൈയുമായിട്ട് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിനകത്ത് പുതിയ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരുന്ന വാല്യൂ നമ്മൾ ഒരു സ്റ്റാക്കിലേക്കോ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് കറസ്പോണ്ടിങ് അതിലിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ, നമ്മുടെ ടാർഗറ്റിലിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണോ അതെടുക്കുക, അതിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്യുക, പ്രോഗ്രാം കൗണ്ടർ വാല്യൂയിലേക്ക് ആ അഡ്രസ്സ് കൊണ്ട് പ്ലേസ് ചെയ്യുക. അതൊരു മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻ കൊണ്ടുവന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് പ്ലേസ് ചെയ്യുക. ദെൻ ഓഫ്സെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ആ ഡിഫറൻസ് ആണ്, അതെടുക്കുക, ആഡ് ചെയ്ത് നമ്മൾ ഏതിലേക്ക് വെക്കും, പുതിയ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ആയിട്ട് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂഷൻ ഓഫ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്സ് ആസ് യൂഷ്വൽ. ദ ഫെച്ചിങ് ഫേസ് ends in step 3. In step 4, offset value is extracted from IR by the instruction decoding circuit. ഡീകോഡ് ചെയ്യുന്നത് നമ്മുടെ ബൈനറി റെപ്രസെൻറ്റേഷൻ. സിൻസ് ദ അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് PC is already available in register Y, the offset X is gated onto the bus and an additional operation is performed. In step 5, the result which is in branch address is loaded into PC. നമ്മുടെ ഈ ഒരു കറസ്പോണ്ടിങ് സ്റ്റെപ്പിൻ്റെ കേസാണ്, എക്സിക്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കണ്ടീഷണൽ ബ്രാഞ്ച്. ഇൻ കേസ് ഓഫ് കണ്ടീഷണൽ ബ്രാഞ്ച് വി നീഡ് ടു ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് ദ കണ്ടീഷൻ കോഡ്സ് ബിഫോർ ലോഡിങ് a new value into the PC. കണ്ടീഷൻ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോസസ്സറിനകത്തൊരു കണ്ടീഷണൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. കണ്ടീഷണൽ രജിസ്റ്റേഴ്സ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തമ്മിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ നമ്മൾ ആഡ് ചെയ്തതിന് സൈൻ റെപ്രസെൻറ്റേഷൻ, ഇപ്പോൾ നമുക്ക് 2 നെഗറ്റീവ് നമ്പേഴ്സാണോ നമ്മൾ ആഡ് ചെയ്തത്, 2 പോസിറ്റീവ് നമ്പേഴ്സാണോ ആഡ് ചെയ്തത്, ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആണോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ എന്ത് സൈൻ വരും. അതുപോലെ നമ്മൾ ആഡ് ചെയ്തു അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, ഏതെങ്കിലും ഓപ്പറേഷൻ സമയത്ത് നമ്മുടെ അവസാനത്തെ റിസൾട്ട് 0 കിട്ടിയോ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കണ്ടീഷൻസ് വരികയാണെങ്കിൽ ഓരോ രജിസ്റ്റേഴ്സ് സെറ്റ് ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ കണ്ടീഷൻ കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഓഫ്സെറ്റ് ഫീൽഡ് ഓഫ് IR ഔട്ട്, ഇതിനകത്ത് n 0 ആണെങ്കിൽ, n എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ ഈ കാര്യങ്ങൾ n0 ദ പ്രോസസ്സർ റിട്ടേൺസ് ടു സ്റ്റെപ്പ് 1 ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്സെറ്റ് വാല്യൂ കിട്ടി. ആ ഓഫ്സെറ്റ് വാല്യൂ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് അവിടെ വേറെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നമ്മൾ കണ്ടിന്യൂസ് ലൊക്കേഷനിൽ തന്നെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് സ്റ്റെപ്പ് എന്ത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇഫ് n is equal to 1 ആണെങ്കിൽ സ്റ്റെപ്പ് 5 ഈസ് പെർഫോംഡ് ടു ലോഡ് എ ന്യൂ വാല്യൂ. ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. ഈ ഡിഫറൻസ് ഒരു വാല്യൂ ഉണ്ടെങ്കിലാണ് ആ ലൊക്കേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓഫ്സെറ്റ് വാല്യൂ, അതായത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ 1004 ആയിരുന്നു, നമ്മുടെ ടാർഗറ്റും 1004 ആണെങ്കിൽ ഡിഫറൻസ് എന്തായിരിക്കും, 0. ഓഫ്സെറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കും ജമ്പ് ചെയ്യേണ്ട, എന്താണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതോ അത് അങ്ങ് കണ്ടിന്യൂസ് എക്സിക്യൂട്ട് ചെയ്ത് പോകാനാണ്. അങ്ങനെ കണ്ടിന്യൂസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകാനാണെങ്കിൽ നമുക്ക് പുതിയ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഒന്നും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഓഫ്സെറ്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ, ഡിഫറൻസ് എടുക്കുമ്പോൾ 0 അല്ലാത്തൊരു വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു സീക്വൻസിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോവേണ്ടതായിട്ട് വരും. ദെൻ എക്സിക്യൂഷൻ ഓഫ് എ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. നേരത്തെ ചെയ്തതുപോലെ ഉള്ള കാര്യങ്ങൾ തന്നെ അഡീഷണലായിട്ട് ഒരു കാര്യം, n is equal to 0 ആണെങ്കിൽ എൻഡ് ചെയ്യുക. n is equal to 1 ആണെങ്കിൽ, അതായത് ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് ഇവിടെ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ്സെറ്റ് 0 ആണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാനില്ല, ഇത് സ്കിപ്പ് ചെയ്യാം. അതേസമയം n is equal to 1 ആണെങ്കിൽ നമ്മൾ ഏത് ടാർഗറ്റ് അഡ്രസ്സാണോ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അത് കറസ്പോണ്ടിങ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ പറഞ്ഞു, അതായത് എല്ലാ രജിസ്റ്റേഴ്സും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എല്ലാ ടെമ്പററി രജിസ്റ്റേഴ്സും, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ALU, മൾട്ടിപ്ലക്സ്, മെമ്മറി, ഇതെല്ലാം ഒരൊറ്റ ബസ്സോ ഒരു സിസ്റ്റം ബസ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബസ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, എല്ലാം അതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇതെല്ലാം ഒരുമിച്ച് ഡേറ്റ പാസ് ചെയ്താൽ എന്ത് ചെയ്യും, ഏതിലേക്ക് പോകണം എന്ന് മനസ്സിലാക്കാണ്ട് വരും. കറക്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ കൺജസ്റ്റഡ് ആവും. ഒരു സാധനത്തിനും ഒരു രജിസ്റ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡേറ്റ എടുക്കാൻ പറ്റില്ല, അതേപോലെ അതിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിംഗിൾ ബസ് ഓർഗനൈസേഷൻ നമുക്ക് മാറ്റി മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ, അതായത് ബസ് A, ബസ് B, ബസ് C എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ചിലത് ബസ് B യൂസ് ചെയ്യും, ചിലത് ബസ് A യൂസ് ചെയ്യും, ചിലത് ബസ് C യൂസ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് Aയും ബസ് Bയും ബസ് Cയും തമ്മിൽ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്, ചില രജിസ്റ്റേഴ്സ്, ഇപ്പോൾ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്നത് ബസ് A യൂസ് ചെയ്യുന്നുണ്ട്, PC എന്ന് പറയുന്നത് ബസ് B യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ IR എന്ന് പറയുന്നത് ബസ് C യൂസ് ചെയ്യുന്നു, MDR എന്ന് പറയുന്നത് വേറെ രജിസ്റ്റർ. ഇതെന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം കൂടി നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇതിനകത്ത് മാത്രമേ കാണത്തുള്ളൂ. അതേസമയം ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് വേറെ 2 രജിസ്റ്റേഴ്സിന് ബസ് A വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ 2 രജിസ്റ്റേഴ്സിനെ ബസ് C വഴി ഇൻ്റർകണക്ട് ചെയ്ത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ് എ ടൈം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഇപ്പോൾ നമ്മൾ WFC MFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കറസ്പോണ്ടിങ് നമ്മുടെ ഡേറ്റാസ് എന്ന് പറയുന്നത് എടുത്തുകൊണ്ട് വരുന്നത് വരെ, ഫിനിഷ് ചെയ്യുന്നത് വരെ, ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും അഡീഷണൽ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ
അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫെച്ച് ചെയ്യുന്നത് വേറൊരു ബസ് വഴി ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അവിടെ നടക്കും. അതോടൊപ്പം തന്നെ പ്രോസസ്സർ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, വേറെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. പ്രോസസ്സറിൻ്റെ വെയിറ്റിംഗ് കുറച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആ പ്രോസസ്സർ വെയിറ്റ് ചെയ്യാൻ പറയുന്ന ആ സമയം കൂടി പ്രോസസ്സറിന് അഡീഷണൽ വേറെ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെ 3 ബസ് ഓർഗനൈസേഷനാണ്. 3 ബസ്സസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ബസ് എ, ബസ് ബി ആൻഡ് ബസ് സി. അപ്പോൾ ഈ ബസ് എയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കൊളിഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ബസ് ബിയുമായിട്ട് തമ്മിൽ കണക്ട് ചെയ്യുന്നതാകുമ്പോൾ വേറെ ഒന്നുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് തമ്മിലുള്ള കണക്ഷൻ നടക്കും. ബസ് സി ആയിട്ടുള്ളത് വേറെ രീതിയിലാണ്, അപ്പോൾ അതവിടെ കണക്ട്. നമ്മളൊരു സിംഗിൾ ബസ്സാണെങ്കിൽ നമ്മുടെ MFC അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്താൽ ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, പ്രോസസ്സർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വേറൊരു ഓപ്പറേഷൻ ആ സമയത്ത് നടക്കത്തില്ല. അപ്പോൾ ആ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ ആ വെയിറ്റിംഗ് സ്റ്റേജ് കുറച്ച് കണ്ടിന്യൂസ് നമുക്ക് പ്രോസസ്സർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു രീതിയാണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. Okay, allow the contents of different registers to be accessed simultaneously and have their contents placed on the bus and E. എന്ന് പറഞ്ഞാൽ ബസ് എയും ബസ് ബിയും ഒരേ സമയം യൂസ് ചെയ്യാം ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സിന്. ഒരേ രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സ് ആകുമ്പോൾ ഇപ്പോൾ R1 R2 എന്ന് പറയുന്നത് ബസ് എ യൂസ് ചെയ്യുന്നു, R3 R4 എന്ന് പറയുന്നത് ബസ് ബി യൂസ് ചെയ്യുന്നു. അപ്പോൾ സെയിം ടൈമിൽ തന്നെ R1 R2ൻ്റെ കാൽക്കുലേഷൻസ് നടക്കും, R3 R4ൻ്റെ കാൽക്കുലേഷൻസ് നടക്കും. എന്തുകൊണ്ട്? 2 ഡിഫറെൻറ്റ് സിസ്റ്റം ബസ്സുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. allows the data on bus C to load into a third register during the same clock time. അപ്പോൾ ഇത് R1 R2 R3 R4 സിയിൽ R5 R6 എന്ന് പറയുന്ന 2 രജിസ്റ്റേഴ്സിൻ്റെ കാൽക്കുലേഷനാണ് നടക്കുന്നതെങ്കിൽ ബസ് എ വെച്ച് R1 R2, ആ സെയിം ടൈമിൽ ബസ് ബി വെച്ച് R3 R4, ആ സെയിം ടൈമിൽ സി എന്ന് പറയുന്ന സിസ്റ്റം ബസ് യൂസ് ചെയ്തുകൊണ്ട് R5 R6. അപ്പോൾ ഇത് മൂന്നും സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ബസ് ഓർഗനൈസേഷൻ. ദെൻ ഇതിനകത്ത് ഇൻക്രിമെൻ്റ് യൂണിറ്റ് ഉണ്ട്. ALU just passes one of its input operands unmodified to bus C. കൺട്രോൾ സിഗ്നൽസ് RA or RB, ഇത് നമ്മുടെ രജിസ്റ്റേഴ്സിന് എ ആണോ ബി ആണോ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സി ആണോ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആർ കമ്പൈൻഡ് ഇൻടു എ സിംഗിൾ ബ്ലോക്ക് കാൾഡ് രജിസ്റ്റർ ഫയൽ. 3 ports and 2 output ports access 2 different registers and have their contents on buses A and B. Third port allows the data on bus C during the same clock cycle. അതായത് എയും ബിയും യൂസ് ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് എന്തും യൂസ് ചെയ്യാൻ പറ്റും, സി എന്ന് പറയുന്ന ബസ് ഓർഗനൈസേഷനും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് സെപ്പറേറ്റ് ആയിരിക്കും. Bus A and B are used to transfer the source operands A and B inputs of the ALU. ALU operation is performed. The result is transferred to the destination over the bus C. ഇപ്പോൾ മെമ്മറി എന്ന് പറയുന്നതിൻ്റെ ആക്സസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ബസ് എ യൂസ് ചെയ്യാം, ഇപ്പം ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വേറെ ഏതെങ്കിലും ഓപ്പറാൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ബസ് ബി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബസ് എ വഴി ഞാൻ ഇൻസ്ട്രക്ഷൻസ് വാങ്ങിക്കുക, ബസ് ബി വഴി ഓപ്പറാൻസ് വാങ്ങിക്കുക. രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ALUവിന് എന്ത് പെർഫോം ചെയ്യാം, അതിൻ്റെ അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു ക്ലോക്ക് സൈക്കിളിനകത്ത് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യാം, എനിക്ക് മെമ്മറിയിലേക്ക് കൊടുക്കാം. അത് ഞാൻ വേണമെങ്കിൽ സി എന്ന് പറയുന്ന സിസ്റ്റം ബസ് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബസ്സിനെയും അതല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ഫറിനെയും ഒന്നും അത് അഫക്റ്റ് ചെയ്യത്തില്ല, വേറൊരു ബസ് ഓർഗനൈസേഷൻ വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ബസ്സല്ല ഡിഫറെൻറ്റ് ബസ്സസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കൺജഷൻ കുറയ്ക്കാൻ പറ്റും. ആ സെയിം മെത്തേഡ്. ALU may simply pass one of its 2 inputs operands and modify on bus C. The ALU controls signals for such operations R is equal to A or R is equal to B. ഏതെങ്കിലും ഒരു ബസ് ഇൻക്രിമെൻ്റൽ യൂണിറ്റ് ഈസ് യൂസ് ടു ഇൻക്രിമെൻ്റ് ദ PC by 4. PCയുടെ 4 ബൈറ്റ് എന്ന് പറയുന്നത് 1 വേർഡ് റെപ്രസെൻറ്റേഷൻ 32 ബിറ്റിൻ്റെ. അപ്പോൾ വേർഡ് ബൈറ്റ് അഡ്രസ്സിബിൾ ആണ്,
മെമ്മറി എങ്കിൽ 4 ആഡ് ചെയ്ത് കൊടുക്കണം പ്രോഗ്രാം കൗണ്ടറിൽ. യൂസിങ് ദ ഇൻക്രിമെൻറ്റർ എലിമിനേറ്റ്സ് ദ നീഡ് ടു ആഡ് ദ കോൺസ്റ്റൻറ്റ് വാല്യൂ 4 ടു ദ PC യൂസിങ് ദ മെയിൻ എ. നമ്മൾ നേരത്തെ പഠിച്ച ALUവിനകത്ത് ഒന്നുകിൽ ഒരു 4 വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു Y എന്ന് പറയുന്നത് എടുത്ത് ഒരു മൾട്ടിപ്ലക്സറിനകത്ത് കൊടുത്ത് അത് സെലക്ട് ചെയ്ത് വേണം നമുക്ക് നമ്മുടെ ALUവിൻ്റെ എ പോർഷനിലേക്ക് വരാൻ. അപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ഒരു ഇൻക്രിമെൻ്ററി യൂണിറ്റ് കൊടുക്കുകയാണെങ്കിൽ PC ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, 4 വെച്ച് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് 4 കൊടുക്കുന്നതോ Y കൊടുക്കുന്നതോ ആയിട്ടുള്ള സർക്യൂട്ടറി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. The source for the constant 4 at the ALU input multiplexer can be used to increment other address such as load multiple or store multiple. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്തില്ല എങ്കിൽ അത് നമുക്ക് വേസ്റ്റ് ആവില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. Then multiple bus organizations add R4, R5, R6. ഇതിപ്പോൾ ഞാൻ R6, R4, R5 എന്ന് പറയുവാണെങ്കിൽ R5ഉം R4ഉം തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് R6ലേക്ക് പ്ലേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ എനിക്കിത് 3/3 അഡ്രസ് ആണെങ്കിൽ 3 കൂടി ആഡ് ചെയ്ത് റിസൾട്ട് R6 പ്ലേസ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഫസ്റ്റ് PC ഔട്ട് ചെയ്തു, R എന്ന് പറയുന്നത് B, MAR റീഡ് ചെയ്തു, ഇൻക്രിമെൻ്റ് ചെയ്തു PC, എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത് ആ ബസ്സാണ് വെയിറ്റ് ചെയ്യുന്നത്, ബാക്കി ബസ്സുകളൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. MDR ഔട്ട്, ദെൻ R കിട്ടി, അത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്തു, R4 ചെയ്തു, R5 ദെൻ അത് സെലക്ട് ചെയ്തു, ആഡ് ചെയ്തു, അത് ഏതിലേക്ക് പ്ലേസ് ചെയ്തു, R6 പ്ലേസ് ചെയ്തു. അപ്പോൾ ഒരു 4 സ്റ്റെപ്പിൽ നമുക്കിത് എന്താണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനകത്ത് പെർഫോം ചെയ്യും. ഈ WMFC കണ്ടിട്ട് ഇവിടെയും വെയിറ്റിംഗ് ഉണ്ട് എന്നുള്ളത് വിചാരിക്കരുത്. ഇപ്പം ഞാൻ സിംഗിൾ A ബസ്സാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ A ബസ്സിനകത്ത് കാൽക്കുലേഷൻസ് നടക്കുമ്പോൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ അതേസമയം എനിക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ ബസ് Bയോ ബസ് Cയോ എനിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ കൺട്രോൾ സീക്വൻസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ആഡ് R6, R4, R5. The contents of PC pass ചെയ്യും through ALU using R=B control signals and load into MAR to start the memory read operations. At the same time PC is incremented by 4. Read operations കൊടുത്ത ഉടനെ തന്നെ PCയുടെ വാല്യൂ 4 ആഡ് ചെയ്യും. 2. The processor waits for MFC. The loads the data and received MDR, then transfers to IR. The execution phase of the instruction requires only one control step to complete. Okay. ഇതാണ് കറസ്പോണ്ടിങ് നമ്മുടെ പ്രോസസ്സറിനകത്ത് നടക്കുന്ന സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെയും മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത്. That's about our first module.